പ്രിയ മാതൃദേശം സുഹൃത്തുക്കളെ, എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം തെന്നൽ നേരത്തിലേക്ക്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു ചലച്ചിത്ര നടനെ പരിചയപ്പെടുത്തുകയാണ്. മായാവനം ഇപ്പോൾ അടുത്ത് റിലീസായൊരു പടമാണ്, ഏറ്റവും പുതിയ പടമാണ്. അതിൽ അഭിനയിച്ച ഒരു നടനാണ്. കൂടാതെ അദ്ദേഹത്തിൻ്റെ 2 പടം ഇപ്പോൾ ഇറങ്ങാനിരിക്കേണ്ട 5-ാം വേദം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പുതിയ പടത്തിലൂടെ നമ്മൾക്ക് അദ്ദേഹത്തെ പരിചിതമാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ പരിചിതമാണ്. മാത്രമല്ല അദ്ദേഹത്തിൽ നിന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. നമസ്തേ, സ്വാഗതം. പേര് സംക്രന്ദൻ അല്ലേ? സംക്രന്ദൻ വളരെ വിചിത്രമായൊരു പേരാണ്. എല്ലാവരും അങ്ങനെ തന്നെയാണ് വിളിക്കുന്നത്? അതിൽ എന്തെങ്കിലും ചെല്ലപ്പേരുണ്ടോ? ചെല്ലപ്പേര് അങ്ങനെ വീട്ടിലൊന്നും ഇല്ല, പിന്നെ സുഹൃത്തുക്കൾ വിളിക്കുന്നതുണ്ട്. എന്താ അത് പറയൂ. പിന്നെ ഒരു കോമൺ പേരായി വേണ്ട. അപ്പൊ ഞാൻ എന്തെങ്കിലും ഓക്കെ. സംക്രന്ദനൻ 28 വർഷത്തോളായില്ലേ സിനിമ പ്രേമം കൊണ്ട് നടക്കുന്നത് അല്ലേ? അങ്ങനെ അതിൻ്റെ ഒരു ഫലം കണ്ടു തുടങ്ങി അല്ലേ? തീർച്ചയായിട്ടും. ആ ഒരു ക്രേസ് അല്ലെങ്കിൽ ആ ഒരു പാഷൻ നിങ്ങളത് ചുമന്നിട്ട് നടന്നിട്ട് അതിൻ്റെ ഒരു ഗുണം കിട്ടി. അപ്പോൾ അത് എന്തായാലും നമ്മൾ പ്രയത്നിച്ചാലല്ലേ, നമ്മൾ ആഗ്രഹിച്ചാൽ അത് തീർച്ചയായിട്ടും. ഇപ്പോൾ സിനിമയിലൊരു മമ്മൂട്ടിയുടെ ബെസ്റ്റ് ആക്ടറിൽ മമ്മൂട്ടി പറഞ്ഞ പോലെ, മമ്മൂട്ടിയുടെ ഒരു കഥാപാത്രത്തിനോട് സംവിധായകൻ പറഞ്ഞ പോലെ, നീ ഒരു സിനിമാ നടനാകാൻ ആഗ്രഹിക്കണേ തീർച്ചയായിട്ടും നീ ആയിത്തീരും എന്ന് പറഞ്ഞ പോലെ 28 വർഷത്തെ ആ ആഗ്രഹം സഫലീകരിച്ചുകൊണ്ടിരിക്കുന്നു അല്ലേ? എങ്ങനെയാണ് അപ്പം സിനിമയിലേക്കുള്ള അങ്ങയുടെ, അല്ലെങ്കിൽ സിനിമയ്ക്ക് മുൻപ് എന്താണ് സിനിമയിലേക്ക് വരാൻ, അല്ലെ അങ്ങനെ ഒരു ആഗ്രഹം തോന്നാൻ എന്താ കാരണം? സിനിമ വേണം, സിനിമയിൽ അവനിക്ക് വരണം. സ്കൂളിലൊക്കെ പഠിക്കുന്ന ആ സമയത്ത് മുതലേ വീട്ടിൽ TV ഉണ്ടായില്ല, അപ്പോൾ അടുത്ത വീട്ടിലൊക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ പോയിരുന്ന് കാണുമ്പോഴും അങ്ങനെ സിനിമ ഭയങ്കര ഇതായിരുന്നു. അപ്പം പലരും കളിയാക്കുകയും ചെയ്യും. നമ്മൾ സ്റ്റണ്ടൊക്കെ വരുമ്പോഴും കയ്യും കാലിട്ടലൊക്കെ ഇതൊക്കെ എല്ലാവരും ചെയ്തിട്ടുണ്ടാവാം. അപ്പം അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇത് വന്നായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ മണിച്ചിത്രത്താഴ്, ആലുവ മാതാ തിയേറ്ററിൽ വെച്ചിട്ട് മണിച്ചിത്രത്താഴ് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കാണ് അതിനോടുള്ളൊരു കൂടുതൽ ഇത് വരുന്നത്. ആ സമയത്ത് എന്താണെന്നുള്ളത് കൃത്യമായിട്ടും അറിയില്ല, പക്ഷെ തലയ്ക്കകത്തത് ഇങ്ങനെ കയറി നിൽക്കുകയാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് അതിനു വേണ്ടിയിട്ട് എന്താണ് എന്നുള്ളത് പഠിക്കാനൊക്കെ ആയിട്ടുള്ള ശ്രമങ്ങളും. അപ്പം സംവിധാനം എന്നുള്ളതായിരുന്നു. പിന്നെ അംഗനവാടി പഠിക്കുന്ന കാലം മുതലേ സ്റ്റേജിൽ പ്രച്ഛന്നവേഷവും മറ്റുള്ളതൊക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം മിമിക്രിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കാം പിന്നീടത്തേക്ക് അതിങ്ങനെ വളർന്ന് കയറി വന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഇത് തന്നെയാണ് എന്നുള്ളത് മനസ്സിലുണ്ടായിരുന്നു. അപ്പം അതിനു വേണ്ടിയിട്ടാണ് ഓട്ടം ഇതൊക്കെ ഉണ്ടായിരുന്നു. മണിച്ചിത്രത്താഴ് ഇപ്പം എല്ലാവർക്കും, ഇപ്പം ഒരാളും അത് ഒഴിയില്ല എന്ന് എനിക്ക് തോന്നുന്നു. സിനിമ പ്രേമികൾ എല്ലാവരും കണ്ടിട്ടുള്ളൊരു, മിക്കവാറും എല്ലാവരും കണ്ടിട്ടുള്ളൊരു പടമാണ്. അതിലൂടെ എന്തെങ്കിലും ഒരു ഇഷ്ടം തോന്നുന്ന ഒരു പടമാണ്. എനിക്ക് സിനിമയിലേക്ക് വരണം എന്ന്, അല്ലെങ്കിൽ സിനിമയിൽ എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ ആഗ്രഹിച്ചു പോകുന്നൊരു ചിത്രമാണ്. അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കമേഴ്ഷ്യൽ ഫിലിമാണ് മണിച്ചിത്രത്താഴ് അല്ലേ? അപ്പോൾ അതിലൂടെയാണ് താങ്കൾക്ക് ഇങ്ങനെ ഒരാഗ്രഹം ഉണ്ടായതെന്ന് പറയുന്നത് അത്ഭുതപ്പെടാനൊന്നുമില്ല. തീർച്ചയായിട്ടും അത്രയ്ക്ക് നമ്മളെ സ്വാധീനിക്കുന്ന ഒരു പടം തന്നെയാണ് മണിച്ചിത്രത്താഴ്. ഈ ഇതിലേക്ക് വരുന്നതിന് മുൻപ് സിനിമയായിട്ട് അല്ലെങ്കിൽ സിനിമയിലേക്ക് വരാനുള്ള എന്തെങ്കിലും ചോട്, ഇപ്പം മോണോ ആക്ടോ, മിമിക്രിയോ, കോളേജിൽ അല്ലെങ്കിൽ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നാടകമോ എന്തെങ്കിലും ചെയ്തിരുന്നോ? നാടകം എന്ന് പറഞ്ഞാൽ കുറേ കാലഘട്ടങ്ങളിൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ചെയ്തിട്ടില്ല. ചില ആ സമയാമത്തെ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ വന്നിട്ടൊക്കെ പലപ്പോഴും നടന്നിട്ടുണ്ടായില്ല. 9, 10 ആയ സമയത്തൊക്കെയാണ് പിന്നെ നാടകം ചെയ്യണത്. അപ്പോൾ ആ സമയത്ത് മിമിക്രിയും കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ അതിനകത്ത് നാടകം എഴുതി. അത് ഞാൻ സ്കൂളിൽ നിന്ന് പോകുന്നതിന് ശേഷം നാടകം കയറിയത്. പക്ഷെ 10ാം ക്ലാസ്സിൽ വെച്ചിട്ട് ഗാന്ധിജിയുടെ വേഷം കെട്ടി സ്വയം മുട്ടയൊക്കെ തലയിൽ പോയി കടയിൽ പോയി മുട്ട അടിച്ചിട്ട് തന്നെ വന്ന് ഗാന്ധിജിയുടെ വേഷം കെട്ടുകയൊക്കെ ചെയ്തത്. പിന്നെ പ്രതിജ്ഞയെ നേരെ ഹിന്ദിയിലേക്കൊന്നും മാറ്റി പ്രതിജ്ഞ അത് അദ്ദേഹത്തിന്റെ വാക്കുകൾ പോലെ സംസാരിക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ ചെയ്തിരുന്നു. എന്നിട്ട് പിന്നെ ഇതിന്റെ ആദ്യ പടിയായിട്ട് ഇപ്പൊ സിനിമയിലേക്ക് വരണമെന്നുള്ള ആഗ്രഹം മാത്രം പോരല്ലോ, അതിനുള്ളൊരു ശ്രമം വേണമല്ലോ. അതിന് ആദ്യ പടിയായിട്ട് എന്താണ് ചെയ്തത്? ആദ്യ പടി എന്ന് പറയുമ്പോൾ ഞാൻ ഏകദേശം 2001 ആ സമയത്താണ്. അപ്പം നമ്മൾ മൊബൈലൊന്നും ഇല്ലല്ലോ, വേറെ മാർഗങ്ങളൊന്നും ഇല്ല. അപ്പോൾ സിനിമ മാസികകൾ കിട്ടുന്നത് അതും എവിടെന്നെങ്കിലുമൊക്കെ കടകളിലൊക്കെ കിട്ടുമ്പോൾ അങ്ങനെ പതുക്കെ മറച്ചു നോക്കി അങ്ങനെയൊക്കെ ചെയ്തൊക്കെയാണ്. അപ്പോൾ ലോഹിതാസ് സാർ ആലുവയിൽ ഇങ്ങനെ താമസിക്കുന്നുണ്ട്, ദേശത്താണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ ഞാനൊന്ന് പോയി ശ്രമിച്ചു. അപ്പോൾ 1-2 പ്രാവശ്യം പോയി. അപ്പോൾ അങ്ങനെ ദേശത്താന്ന് പറഞ്ഞപ്പോൾ അവിടെ അല്ലായിരുന്നു, ശരിക്കും മണപ്പുറത്തിനടുത്തായിരുന്നു. പിന്നെ ഞാൻ അങ്ങനെ അദ്ദേഹത്തിൻ്റെ വീട് കണ്ടുപിടിച്ചു, അവിടെ ചെന്നു. അപ്പോൾ അതിനിടയ്ക്ക് ഒരു പ്രാവശ്യം ചേച്ചിയെ കണ്ടിരുന്നു. അപ്പോൾ അവിടെ വേറെ ഒന്നുമില്ല, പോന്നു. അത് കഴിഞ്ഞ ഒരു പ്രാവശ്യം സാറ് 2002 കോഴിക്കോട് സ്കൂൾ യൂണിവേഴ്സിറ്റി കഴിഞ്ഞ സമയത്താണ്. സാറും ഉണ്ട്, കമൽ സാറും ഉണ്ടായിരുന്നു. കമൽ സാറിൻ്റെ ഒരു നടരാജ വിഗ്രഹമായിട്ട് അത് വീട്ടിൽ. അപ്പം ഞാൻ അവിടെ വീട്ടിൽ അതെ കമൽ സാർ. അപ്പം ഞാൻ വീട്ടിൽ ചെന്ന് അവിടെ കണ്ടില്ല. അപ്പം ഞാൻ തിരിച്ചു പോകുന്ന വഴിക്കാണ് അന്ന് ലോഹി സാറിന് ഒരു സിൽവർ കളർ ഒരു ക്വാളിസ് കാറുണ്ട്, ഒരു നീല ലൈൻ ബോർഡറുള്ള. അപ്പം അത് വണ്ടി പോകണമെന്ന് കണ്ടപ്പോൾ ഫ്രണ്ടിൽ സാറാണ് ഓടിക്കണേ, കമൽ സാർ അടുത്തിരിപ്പുണ്ട്. പുറകെ ഓടിച്ചെന്നു. കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഗേറ്റിനോട് ചെന്നപ്പോൾ സാറ് അകത്തേക്ക് കയറി ചെല്ലാൻ പറഞ്ഞു. അപ്പം അവർ വീട്ടിലകത്തേക്ക് കയറുന്നുണ്ടായിരുന്നു.
എന്നിട്ട് അവർ സംസാരിച്ചപ്പോഴത്തേക്കും പ്ലസ് 2 പറഞ്ഞപ്പോൾ അതെന്ന് പറഞ്ഞാൽ നീ ഡിഗ്രി ഒക്കെ കഴിഞ്ഞിട്ട് വാ, നമുക്ക് എന്തായാലും നോക്കാം, അധികം പഠിത്തം നടക്കട്ടെ, ഡിഗ്രി കഴിഞ്ഞിട്ട് വാ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഓക്കെ സാർ താങ്ക് യു എന്ന് പറഞ്ഞ് രണ്ടുപേരുടെയും കാലം ഒരുമിച്ചാണ്, കാല് തൊട്ട് വന്നിച്ച് പോന്നു. പക്ഷെ ആദ്യമായിട്ടല്ലേ നമ്മളൊരാളെ കാണുന്നത്, അതിൻ്റെയൊക്കെ ഉള്ളൊരു ഇത് അന്നും ഉണ്ടായിരുന്നിരിക്കാം, തീർച്ചയായിട്ടുണ്ടോ, കാരണം പ്രായം അതല്ലേ. ഇതിപ്പോൾ ഞാൻ ഇപ്പം പോയി ഡിഗ്രിയൊക്കെ കഴിഞ്ഞിട്ട് വാന്ന് പറഞ്ഞൊരു വാക്ക് ഞാൻ എടുത്ത് ഒന്നുകൂടി പറയുവാണ്. കാരണം സിനിമയിലുള്ളവർ നമ്മളുടെ വിചാരം, അല്ലെങ്കിൽ നമ്മുടെ ഫാദർ, അല്ലെങ്കിൽ പാരൻസ്, നമ്മളുടെ ഫ്രണ്ട്സ്, അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സ് ആരാണെങ്കിലും പെട്ടെന്ന് പറയണം നീ സിനിമയിലേക്ക് പോയത് നിൻ്റെ ജീവിതം തൊലഞ്ഞു പോകും, അല്ലെങ്കിൽ നിൻ്റെ ജീവിതം ഇല്ലാതെയായി പോകും, നിനക്ക് ഭാവിയിലേക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മളെ തളർത്തുന്ന ഒരു കൂട്ടരാണ് ഈ പറഞ്ഞ പാരൻസ്, നെയ്ബേഴ്സ്, റിലേറ്റീവ്സ് എല്ലാവരും. പക്ഷേ അവർ സത്യത്തിൽ സംഭവിക്കുന്നത് നമ്മൾ സിനിമയിൽ ഇവരോട് ആരുടെ ഇപ്പോൾ ലോഹിദാസ് പറഞ്ഞില്ലേ, നീ പോയിട്ട് പഠിക്കൂ, നിന്റെ ഡിഗ്രി എടുക്കൂ, അതൊരു വലിയ വാക്കല്ലേ, നമ്മൾ വിശ്വസിക്കാൻ പറ്റുന്നത്. അപ്പോൾ പുറത്തുള്ള സിനിമയെ പറ്റിയുള്ള ഒരു ധാരണ തന്നെ നമ്മളെ മാറ്റിമറിക്കുന്നതാണ്. കാരണം അവർ പറയുന്നത് പോയി ഡിഗ്രി എടുത്തിട്ട് വരൂ, അതൊരു നല്ല വാക്ക് തന്നെയാണ്. പക്ഷേ ധാരണ മാറ്റിയെടുക്കണം അല്ലേ. ശരിക്കും സിനിമയിലേക്ക് പോകുന്ന ഒരിക്കലും ഇല്ലാതെ ആയി പോകുന്നില്ല, നമ്മുടെ ഭാവി നശിച്ചു പോയില്ല, അവരെങ്ങനെ നമ്മളെ ഗൈഡ് ചെയ്യുന്നുള്ളതിനൊക്കെ ഒരു നല്ല തെളിവാണ് ഇപ്പോൾ ലോഹിദാസ് പറഞ്ഞത്. അങ്ങനെ പിന്നെ എങ്ങനെയാണ് ഇതിലേക്ക് കൂടുതൽ അത് എന്താന്നറിയില്ല, അത് എങ്ങനെ വന്നാലും തലേന്ന് പോവില്ല, ഉറക്കം വരില്ല, അങ്ങനെയൊക്കെ ഉള്ള ഒരവസ്ഥയുണ്ട്. അപ്പൊ അങ്ങനെ യാത്രകൾ ചെയ്തു. അപ്പൊ അങ്ങനെ വന്ന് തിരുവനന്തപുരം പഠിക്കാൻ വേണ്ടിട്ട് ഹോട്ടൽ മാനേജ്മെന്റ് പഠിക്കാൻ പോയി. അപ്പൊ ആ സമയത്താണ് സജീവ് ക്ലീവൻ ചേട്ടനെ പരിചയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റ് ആയിട്ട് 2 വർക്ക് ചെയ്തു അവിടെ വെച്ചിട്ട്. പിന്നെ 2004 സജീവന്റെ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം കണ്ണൂർ ചെയ്യണ വേറൊരു ഇതുണ്ട്, അന്ന് ഊർമിള ചേച്ചിയൊക്കെ അഭിനയിച്ചതാണ് 2004. അതിനകത്ത് ഞാൻ അസിസ്റ്റ് ചെയ്തായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കാണ് അതിനകത്ത് ആ സമയത്തൊക്കെ പരിചയപ്പെട്ടാണ് ഇപ്പം അമൃത ടി വിയിൽ സീനിയറുള്ള ബൈജു കല്ലൂരേട്ടനൊക്കെ ക്യാമറമാൻ. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ വന്നപ്പോഴത്തേക്ക് അമൃത തുടങ്ങുന്ന കാര്യം അതിന് മുമ്പ് എനിക്കറിയാം. ഞാൻ തിരുവനന്തപുരത്ത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അമൃത ചാനൽ തുടങ്ങുന്ന കാര്യമൊക്കെ അറിയാം. അപ്പം രജി ചേച്ചി എന്ന് പറഞ്ഞ ചേച്ചി ആ റിപ്പോർട്ടറായിരുന്നു. അപ്പോൾ അദ്ദേഹമാണ് എന്നോട് പറഞ്ഞത് ഇങ്ങനെ ചാനൽ തുടങ്ങുന്നുണ്ട്, നീ ഒന്ന് ആപ്ലിക്കേഷൻ കൊടുക്കുക. അപ്പോൾ അസിസ്റ്റൻ്റായിട്ട് ആദ്യം ക്യാമറയിൽ കൊടുക്കുന്നത്. അപ്പം GK സുരേഷ് ഏട്ടാ അദ്ദേഹമായിരുന്നു അന്ന് ന്യൂസ് എഡിറ്റർ. അങ്ങനെ എനിക്കും അവിടെ ജോയിൻ ചെയ്യാൻ അവസരം കിട്ടി. അപ്പോൾ അങ്ങനെ ഞാനവിടെ അമൃത ടി വിയിൽ അസിസ്റ്റൻ്റായിട്ട് തുടങ്ങി. അപ്പോഴും ഇത് വിട്ടില്ല. അപ്പം അങ്ങനെ ഒരു ദിവസം, അതെ, ഒരു ദിവസം അവധി കിട്ടിക്കഴിഞ്ഞാൽ പോലും ഒരു ഓഫ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ആരെങ്കിലും കാണാൻ സിനിമാക്കാരുടെ അടുത്തേക്ക് പോകുന്നു. അപ്പോൾ കുറച്ചുകൂടെ നമ്മൾ വളർന്നല്ലോ, അപ്പോൾ അതിനോട് നമുക്കും കുറച്ച് കാര്യങ്ങൾ അന്വേഷിക്കാനും എളുപ്പമായിരുന്നു. പിന്നെ മൊബൈലും എടുത്തു, അപ്പോൾ കുറച്ചും കൂടെ ഈസിയായി. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള യാത്ര തന്നെയായിരുന്നു. ഈ ക്യാമറാമാനായിട്ട് വർക്ക് ചെയ്തെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ സിനിമ മോഹമായിട്ട് ഈ മീഡിയയിൽ വന്നത് അതെങ്ങനെ വന്ന് പെട്ടു, അല്ലെങ്കിൽ അതെങ്ങനെ കണ്ടിന്യൂ ചെയ്തു, അത് സിനിമയിലേക്ക് എങ്ങനെ വല്ല കാരണങ്ങളായോ വരാനുള്ള? എന്ന് പറഞ്ഞാൽ ഞാൻ തിരുവനന്തപുരത്ത് ഈ പറഞ്ഞ പോലെ ACBയുടെ ഒരു പ്രോഗ്രാമിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ സ്റ്റുഡൻ്റ് ആയിട്ടൊക്കെ അഭിനയിച്ചിരുന്നു. അന്ന് ആ സമയത്ത് സ്റ്റുഡൻ്റ് ആയിട്ടിരിക്കുക. അപ്പം നമ്മുടെ ഇതൊക്കെ ഇവർക്കൊക്കെ അറിയാം, കാരണം നമ്മളിത് അന്നും എല്ലാവരോടും പറയും നമ്മുടെ സിനിമ മോഹം. അല്ലെങ്കിൽ ആ സമയത്ത് ഞാൻ തിരുവനന്തപുരം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പം KM സാറ്, അദ്ദേഹം പേരൂക്കട താമസം. ഞാനപ്പോൾ തിരുവനന്തപുരത്ത് അവിടെ നിന്ന് പേരൂക്കട അദ്ദേഹത്തിന്റെ വീട്ടിലൊക്കെ വാതിക്കെ പോയി ഒരുപാട് നിന്നിട്ടുണ്ട്. പക്ഷെ സാറിനെ കാണാൻ പറ്റിയിട്ടില്ല അതുവരെ. അപ്പൊ അങ്ങനെയൊക്കെ ഞാൻ പോയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ എല്ലാവർക്കും അറിയായിരുന്നു, കൂടെ താമസിക്കുന്നവർക്കും അല്ലെങ്കിൽ. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കാണ് എനിക്ക് അമൃതയിലേക്ക് ഇത് വരുന്നതും സജീവന്റെ അസിസ്റ്റന്റ് ആവാനൊക്കെ ഉള്ള അവസരങ്ങൾ വരുന്നതൊക്കെ. അതോടുകൂടി പിന്നെ സിനിമയിലേക്ക് ഒരു ചാനൽ തുറന്നു എന്ന് പറയാം. തീർച്ചയായിട്ടും. ആദ്യത്തെ സിനിമ ഏതാണ് ചെയ്തത്? ശരിക്കും ആദ്യത്തെ സിനിമ എന്ന് പറഞ്ഞാൽ അമൃതയിലൊക്കെ വന്ന് അത് കഴിഞ്ഞപ്പോൾ 2006 അത് ഞാൻ തൃപ്പൂണിത്തുറയിൽ ഷൂട്ട് അടക്കണമെന്ന് അറിഞ്ഞിട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഷാജി പാടൂരടൻ, അതാവുന്ന സന്തതികളൊക്കെ, ജോണി ചേട്ടനാണ് ഡയറക്ഷൻ, സഞ്ജീവ് ശങ്കർ സാർ ക്യാമറ. അപ്പം പുള്ളി അസോസിയേറ്റ് ആയിരുന്നു. അപ്പം ഞാൻ ചാൻസ് ചോദിച്ച് ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ഷൂട്ട് അന്ന് വൈകുന്നേരം എന്തോ ബ്രേക്കായിട്ട് പിറ്റേ ദിവസത്തേക്കാണ്. അപ്പം ഇവിടെ ഹോട്ടലിൽ ഇവർ പോണ സമയത്ത് ഒരു പ്രൊഡക്ഷൻ്റെ വണ്ടിക്കകത്ത് എന്നെ കൊണ്ടുവന്ന് അവരെ ഇറക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് അവരെ കാണാൻ സാധിച്ചു. അപ്പോൾ ഷാജിച്ചേട്ടൻ പറഞ്ഞു നീ പിറ്റേ ദിവസം വാ എന്ന് പറഞ്ഞു. അന്ന് എന്നെ അറിയില്ല പുള്ളിക്ക്. പിറ്റേ ദിവസം ഞാൻ പറഞ്ഞു ഞാൻ ചെന്നു. അപ്പം എനിക്ക് മുണ്ടൊക്കെ എടുത്ത് തന്ന്. അപ്പം മമ്മൂക്ക ഒരു സൈഡിൽ, സുരാജേട്ടൻ ഒരു 2 അതിന് നടുക്കായിട്ട് ആൾക്കൂട്ടത്തിൽ ഒരാളായിട്ട് ഞാനും ഉണ്ട്. അങ്ങനെയാണ്. അപ്പൊ ആനയെ ചട്ടം പഠിപ്പിക്കുന്ന ആ ഒരു സീനിനകത്താണ് തുറുപ്പുകുല സിനിമയിൽ. അപ്പൊ അതിനകത്ത് ആനയെ ചട്ടം പഠിപ്പിക്കുന്ന തിരുവനന്തപുരം സ്റ്റൈലിൽ ആ പറയുന്ന ആ ഒരു പോർഷനിനകത്താണ് ഫസ്റ്റ് ഞാൻ ഫ്രെയിമിൽ വരുന്നത്. അപ്പം മമ്മൂക്ക ഈ സിനിമ കാണുമ്പോൾ മമ്മൂക്ക ഇടത് സൈഡും വല സൈഡില് സുരാജേട്ടൻ, എനിക്ക് കാണുമ്പോ മമ്മൂക്ക വല സൈഡ് ഇടത് സൈഡിൽ സുരാജേട്ടൻ. ആ ഒരു ഫ്രെയിമിലായിരുന്നു അതിനകത്ത് ചെയ്തത്. ആദ്യമായിട്ട് ചെയ്തത് തുറുപ്പുകുലൻ. ആദ്യം ചെയ്ത പടം തന്നെ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള പടമായിരുന്നല്ലോ, വളരെ അധികം ഓടിയ പടമല്ലേ. അത് നല്ലൊരു തുടക്കമായി അല്ലേ? തീർച്ചയായിട്ടും. പിന്നീട് വന്ന സിനിമ ഇതൊന്നും പിന്നെ ചെറിയ പക്ഷേ അതും അതുപോലെ ഇതുപോലെ തന്നെ നമ്മൾ ചെറുതായിട്ട് വന്നുള്ളൂ. പിന്നെ മീഡിയയിലുള്ളത് കൊണ്ട് ഒരുപക്ഷെ അവർക്കും നമ്മളെ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുമോ ഇല്ലെന്ന് അറിയില്ലല്ലോ. അതിന് ഡയലോഗ് ഉണ്ടായിരുന്നു? ഇല്ല. ഒരു 5-6 പടത്തിൽ ഡയലോഗ് ഇല്ല. കാരണം
അപ്പം അവർക്കും അറിയില്ലല്ലോ നമ്മളിനി ചെയ്യോ ഇല്ലയോ എന്നുള്ള അറിയില്ല. കാരണം അന്ന് ഫിലിമും അല്ലേ, അപ്പം നമ്മൾ ചെയ്യോ ഇല്ലയോ എന്നുള്ള അറിയില്ല. അപ്പം എന്നാലും നമുക്ക് നമ്മുടെ ആഗ്രഹം കൊണ്ട് അവർ നിർത്തുമായിരുന്നു. അപ്പോൾ ഒരു ദിവസം അവധി കിട്ടുമ്പോഴൊക്കെയാണ് ഒരു അവസരം കിട്ടുന്നതെങ്കിൽ പോവും, ഫ്രെയിമിൽ നിൽക്കും. അങ്ങനെ ക്ലിയോപാട്ര, ശാക്തേയം, നൂൽപ്പാലം അങ്ങനെയൊക്കെയുള്ള പടങ്ങളൊക്കെ പോയി നിന്നത്. ശരിക്ക് ഡയലോഗ് ഉള്ളത് കിട്ടിയത് 2013 വിനയൻ സാർ തന്നതാണ്, ലിറ്റിൽ സൂപ്പർമാൻസിൽ. ഡയലോഗ് ഉണ്ടായിരുന്നു. ഞാൻ ഓട്ടോഷോ ഓടിച്ചു പോകുന്നു, ജീവിതത്തിൽ ആദ്യമായിട്ട് ഓട്ടോഷോ ഓടിച്ചതും ആ സിനിമയിൽ അഭിനയിച്ചു. ഡ്രൈവിംഗ് അറിയാമായിരുന്നു, പക്ഷെ ഓട്ടോഷോ ഓടിക്കാറില്ല. അതിനൊരു ഇത് വേണമല്ലോ, 3 ടയറിൽ ബാലൻസ് വേണം. അത് സത്യം പറഞ്ഞാൽ അത് ആ സെറ്റിൽ വെച്ചിട്ട് ഒരു പയ്യൻ കൊണ്ടുവന്ന ഓട്ടോറിക്ഷയിൽ തന്നെ ഓടിച്ചത്. സാറിനോട് സത്യം പറഞ്ഞിരുന്നു, സാറേ എനിക്ക് ഓടിക്കാൻ പറ്റിയില്ല. അപ്പൊ സാർ അതിന് മുമ്പ് എന്നോട് പറഞ്ഞു, നീ ഒരു ഓട്ടോറിക്ഷ ഓടിക്കാൻ പഠിച്ചു നോക്കണം. അപ്പൊ അറിയോന്ന് ചോദിച്ചു. ഇല്ല, ഒന്ന് പഠിച്ചു. നടന്നില്ല. സാറിനോടുള്ള ഒരു സത്യം പറഞ്ഞു, നടന്നില്ല സാറേ, എനിക്ക് അറിയാം, ഞാൻ എല്ലാം ചെയ്തു എന്ന് പറയാൻ പോയില്ല. അപ്പൊ ഒന്ന് ട്രെയിൻ ചെയ്തോന്ന് പറഞ്ഞു. ഓടിച്ച് കഴിഞ്ഞപ്പോൾ ഓക്കെ, സാറ് പറഞ്ഞു ഓക്കെ. പിന്നെ ഇപ്പോൾ സിനിമയിൽ വന്നതിന് ശേഷം ഇപ്പം നമ്മൾക്കിപ്പോൾ പലതും ഉണ്ടല്ലോ. ഇപ്പോൾ പുതിയ സിനിമ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സ്റ്റണ്ട് വേറൊരു ടൈപ്പ് സ്റ്റണ്ടാണ്, നേരത്തെ പോലത്തെ സ്റ്റണ്ടല്ല. അതുപോലെ എന്തെങ്കിലും കായിക അഭ്യാസങ്ങൾ, കളരിയോ അങ്ങനെ എന്തെങ്കിലും വാൾപ്പയറ്റോ അങ്ങനെ എന്തൊക്കെ കുറേയൊക്കെ ഉണ്ടല്ലോ, അത് പഠിക്കണമെന്നുണ്ട്. പിന്നെ ഭാഷ, നല്ല ഫാസ്റ്റ് ഡയലോഗ്, അങ്ങനെ പിന്നെ ഡയലോഗ് ഓറിയൻറ്റഡ് ആണ് കുറേയൊക്കെ സിനിമ, വലിയ വലിയ ഡയലോഗ്സ് ഒക്കെ ഉണ്ടാവാറ്. ഇതിനെല്ലാം എങ്ങനെയാണ് സംക്രന്ദനൻ ഇതിലേക്ക് കൊണ്ടുവരാനായിട്ട്? ഇത് പഠിക്കണോ, അല്ലെ അങ്ങനെ ഒരു സംശയമോ പേടിയോ അങ്ങനെയൊക്കെ ഉണ്ടായോ, അല്ലെ അതിനുള്ള തയ്യാറെടുപ്പ് നടത്തുന്നുണ്ടോ? തയ്യാറെടുപ്പുകളൊന്നും നടത്തുന്നില്ല. പിന്നെ പേടി അത് ഇല്ലെന്ന് തോന്നുന്നു. പേടി ഇപ്പൊ നമ്മൾ ഇപ്പൊ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ഒരു കാര്യം നമുക്ക് മനസ്സിലായി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഭയമില്ല, വരുന്നിട്ടില്ല. അങ്ങനെ ഒന്നാമത്തെ ഇതിന്റെ ഒരു നമ്മൾക്ക് അതിനോടുള്ള ഒരു ഭയങ്കരമായ പാഷൻ ഉള്ളിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ആ ഭയത്തിനൊന്നും അവിടെ സ്ഥാനം വരില്ല. പിന്നെ അതല്ലേ നമ്മളിപ്പം ഇപ്പം ഒരു സംഭവം പറഞ്ഞു, ഇപ്പം ക്യാരക്ടറായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും വിനയൻ സാറ് വന്ന് സൂപ്പർമാനിലാണ്. അപ്പൊ നമ്മളപ്പോൾ ഒരു ഓട്ടോറിക്ഷക്കാരൻ എങ്ങനെയാണെന്നുള്ള ആ സമയത്ത് തന്നെ നമ്മൾ ശ്രദ്ധിക്കുന്നത്. കാരണം നമ്മുടെ നാട്ടിലൊക്കെ ഓടിക്കുന്നവരെയൊക്കെ നമ്മളിങ്ങനെ ശ്രദ്ധിക്കും. പക്ഷെ അത്രയൊന്നും വേണ്ടി വന്നില്ലെങ്കിൽ പോലും അങ്ങനെ ഒരു ഇതുണ്ട്, ഒബ്സർവ് ചെയ്യാറുണ്ട്. അത് ഇപ്പോഴും ചെറുപ്പം മുതലേ ഉണ്ട്. അതുകൊണ്ട് തന്നെ ആരുടെയെങ്കിലും ഒരു മുഖത്തിലൊരു മാറ്റം വന്നു കഴിഞ്ഞപ്പോൾ തന്നെ മനസ്സിലാവുകയും ചെയ്യും, അതൊക്കെ വേണ്ടാണ്ട് പോരും ഒക്കെ തന്നെ അത് പണ്ടുകളുണ്ട്. ഒബ്സർവേഷൻ എപ്പോഴും എല്ലാത്തിലും നല്ലത് തന്നെയല്ലേ. നമുക്ക് മാത്രമല്ല സിനിമയിലൊക്കെ ആണെങ്കിൽ ഒത്തിരി അത് ആവശ്യമാണ്. നമുക്ക് ഏതെങ്കിലും എത്രയോ തരം ക്യാരക്ടർ നമ്മൾ എടുക്കേണ്ടതാണ്. ചെറിയ റോളാണെങ്കിലും, ഓട്ടോറിക്ഷ ഡ്രൈവർ ആണെങ്കിലും ശരിയാണ്, അത് മോശമെന്നല്ല. ചെറുതാണെങ്കിലും ഏറ്റവും ചെറിയ റോളിലാണെങ്കിലും നമ്മൾ ഒരാളെ പോലത്തെ ഒരാളെ നമ്മൾ ഒബ്സർവ് ചെയ്തിരിക്കണം, പഠിച്ചിരിക്കണം. അയാളുടെ മാനറിസങ്ങൾ മനസ്സിലാക്കണം, സംസാര രീതി മനസ്സിലാക്കണം, ഇല്ലേ? അപ്പൊ അതുകൊണ്ട് അത് നേരത്തെ ചെയ്തുകൊണ്ട് ഒരുപാട് ഒരു ഉപകാരമായി, ഇല്ലേ? ഒരുപാട് ഉപകാരമായി. ആയോധന കലകൾ ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല. പിന്നെ അത്യാവശ്യം വീട്ടിൽ കിടന്നുകൊണ്ട് കൈകാലും ബുക്ക് അങ്ങനെയൊക്കെയുള്ള ഇതൊക്കെ കാണിക്കുന്നത്. ചെറുപ്പത്തിൽ സൂര്യമസ്കാരം അച്ഛൻ ഇങ്ങനെ കാണിച്ചു, പാപ്പ നല്ലതല്ലേ. അതുകൊണ്ട് പൂർണ്ണമായിട്ടുള്ളത് എനിക്ക് ഇപ്പോഴും അറിയില്ല. കാരണം നമ്മള് അതിലൊരു എന്താ പറയാ, അച്ഛനാണോ അത് സൂര്യ നമസ്കാരമൊക്കെ പഠിപ്പിച്ചത്? അത് അച്ഛൻ പറഞ്ഞത്, അച്ഛനാണ് പറഞ്ഞത്. അത് ചെറുപ്പത്തിലാ. അതൊക്കെ കഴിഞ്ഞിട്ട് വലുതായി അത് വല്ലതും ഇതിൽ ഉപകാരപ്പെട്ടിട്ടുണ്ടോ സിനിമയിൽ? ഉപകാരപ്പെട്ടിട്ടുണ്ടോ അങ്ങനെ വെച്ച് എനിക്കത് കൃത്യമായിട്ട് ഓഡിഷൻ സമയത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് കാണിക്കുമെന്നൊക്കെ പറഞ്ഞു. കാണിക്കുന്ന പറയാ കയ്യും കാലം പൊക്കാനും അതൊക്കെ പറ്റിയിട്ടുണ്ട്. ഇപ്പം മായാവനം എന്ന് പറഞ്ഞ സിനിമയിൽ അതുപോലെയായിരുന്നു. ഇപ്പം മാഫിയ ശശി മാസ്റ്ററാണ് സ്റ്റണ്ട് മാസ്റ്റർ, അദ്ദേഹത്തിന്റെ അസോസിയേറ്റ് ആയിരുന്നു ഏഴുമലാണ്. പിന്നെ സന്ദീപ് ശശി, അതെ ശശി മാസ്റ്റർ മകൻ, അവരൊക്കെ ആയിരുന്നുണ്ടായിരുന്നു. അപ്പം ശശി മാസ്റ്റർ പിറ്റേ ദിവസത്തേക്ക് വന്നത്. അപ്പം രാത്രിയിൽ ഒരു സാധനം ഷൂട്ട് ചെയ്യാം. അപ്പം എന്നോട് ഏഴുമലാണ് ചോദിച്ചു, കാല് പൊക്കാൻ പറ്റൂ? അപ്പം നായകനായിട്ട്, നായകൻ്റെ കൂട്ടുകാരനായിട്ടാണ് ഇരിക്കുന്നത്. നായകൻ തന്നെയാണ് ഒരു 4 പേര് അതിനകത്ത്. അപ്പം അതിന് തല പൊക്കാൻ, കാല് പൊക്കാമെന്ന് വെച്ചു. അദ്ദേഹത്തിന്റെ ഈ കൈ തലയുടെ ഇവിടം വരെ എന്റെ കാല് പോലെ ഒരു പുള്ളിയപ്പ എന്റെ മുഖത്തേക്ക് നോക്കി. അത് കഴിഞ്ഞിട്ട് അടുത്ത കാല് അപ്പൊ അതും പൊക്കി കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളി എന്റെ തോളത്ത് കിട്ടി. 70 തല. പുള്ളിക്ക് 40-45 വർഷത്തിന് മേളില് സിനിമയിൽ സ്റ്റണ്ടും സിനിമയായിട്ട് ഭയങ്കരമായിട്ട് ബന്ധമുള്ള ആളാണ്. നമുക്ക് അവരുടെ ആ തട്ടൽ എനിക്ക് മനസ്സിലായി, എന്തോ ചെയ്തത് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ ആ സ്റ്റണ്ട് ചെയ്യണ നേരത്ത് അത് ചെയ്ത് കഴിഞ്ഞ് ഒരു 9 പാക്കപ്പ് പറഞ്ഞു. ഞാൻ വിചാരിച്ചു ഇനി നമ്മുടെ ഭാഗത്തുനിന്നുള്ള എന്തെങ്കിലും കുഴപ്പമുണ്ടാണോ എന്ന് വിചാരിച്ചു. അപ്പൊ ഞാനത് അവരോട് ചോദിച്ചു, എന്താ അല്ല അതല്ല 9 ആയിരുന്നു. അപ്പൊ എൻ്റെ വാച്ചൊന്നുമില്ല, എൻ്റെ കോസ്റ്റ്യൂംസും അതുപോലെയാണ്, ടൈം ആയത് അറിയില്ലായിരുന്നു. അപ്പോൾ അല്ല 9 പാക്കപ്പ്, അതുകൊണ്ടാണ്, അല്ലെങ്കിൽ അടുത്തതിലേക്ക് പോവില്ലേ. ഇനി ഇപ്പൊ സിനിമയിൽ തന്നെയാണെങ്കിൽ ഇപ്പോൾ അഭിനയിച്ചിപ്പോൾ വരണല്ലേ ഉള്ളൂ, അതൊരു വലിയ മോഹം സാധിച്ചെടുത്തു. അതിനോടൊപ്പം തന്നെ ഇനി അതിന് ശേഷം എന്താണ് അതിനൊക്കെയുള്ള കുറെ കൂടുതൽ നല്ല ക്യാരക്ടേഴ്സ് ചെയ്യണം എന്ന് തന്നെയാണോ, അല്ലെ സിനിമയിൽ വേറെ ഏതിലെങ്കിലും പോകാനായിട്ടോ അങ്ങനെ വല്ലതൊക്കെ ഉണ്ടോ? ഇല്ല, എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം സിനിമ സഹായിക്കാമെന്നൊക്കെ ലോഹിസാനത്ത് പോയി ചോദിച്ചെങ്കിൽ ഉള്ളിൽ അഭിനയം തന്നെയായിരുന്നു. അത് വിടാൻ ഒരു താല്പര്യമില്ല. കാരണം മറ്റു മേഖലയിലേക്ക് പല മേഖല കൈവച്ച് സിനിമ എനിക്ക് ഞാൻ ഉദ്ദേശിച്ചത് ക്യാമറ, ടെക്നിക്കൽ, ഇത് സ്ക്രിപ്റ്റ്, ഡയറക്ഷൻ, അസിസ്റ്റന്റ് ഡയറക്ഷൻ അങ്ങനെയൊക്കെയാണ്. എനിക്ക് അങ്ങനെ അതില്ല. പക്ഷെ ഇപ്പൊ എന്തെങ്കിലും ഒരു സമയത്ത് നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സബ്ജക്ട് ആ സമയത്ത് വന്ന ഇപ്പം വേറെ ആൾ നമുക്കിപ്പം
അത് സാഹചര്യം ഡിപ്പെൻസ്. അപ്പൊ നമുക്കറിയാൻ പാടില്ല. ഇപ്പൊ എനിക്ക് അങ്ങനെ ഒരു ചിന്തയെ സത്യം പറഞ്ഞില്ല. അഭിനയം മാത്രം, അത് മാത്രം. അതിപ്പോ നാടകം ഞാൻ എഴുതിയിട്ടുണ്ട് പണ്ടൊക്കെ, സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിലൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത്യാവശ്യം കവിത എഴുത്തും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ അങ്ങനെ എഴുതിയ കവിതകളൊക്കെ ഒരെണ്ണമോ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണോ? ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞ ലോക്ക് ചെയ്ത് വെച്ചെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം പക്ഷെ പാടി കേൾപ്പിച്ചിട്ടുണ്ട് കേട്ടോ, പാടി കേൾപ്പിച്ചിട്ടുണ്ട്. അവർക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പബ്ലിഷ് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടില്ല. പാടി എന്ന് പറഞ്ഞാൽ കമ്പോസ് ചെയ്തോ? ഞാൻ തന്നെ ചൂണ്ടിട്ട് അങ്ങനെ സാധനം ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ പത്തനംതിട്ട പ്രസ് ക്ലബ്ബിൽ വെച്ചിട്ട് ഞാൻ പാടുകയും ചെയ്തു. അന്ന് ഓർക്കസ്ട്ര അവിടെ വേറെ പാട്ടുകാരന് വേണ്ടി കൊണ്ടുവന്നപ്പോ അവരോട് പറഞ്ഞ ഏകദേശം ഒരു താളം എന്തെങ്കിലും അതൊരു ഉപകാരമായിട്ട് വരും കേട്ടോ. എന്തായാലും അത് ലോക്ക് ചെയ്ത് നശിപ്പിച്ച് കളയണ്ട. അത് ഇടയ്ക്കൊന്ന് പുറത്തെടുത്തിട്ട് അവരെ ഒന്ന് കാണിക്കാനൊക്കെ നോക്കിക്കോളൂ. ചിലപ്പോൾ അറിയാൻ പറ്റില്ല, നമ്മളുടെ ഭാഗ്യം എങ്ങനെയൊക്കെയാണ് തെളിയുന്നതെന്ന് പറയാൻ പറ്റില്ല. ലിറിക്സ് ഒക്കെ മോശമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ എനിക്കില്ല നല്ലതാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ മുമ്പിൽ അത് പ്രദർശിപ്പിക്കാനുള്ളൊരു ഇത് കാണിക്കണം കേട്ടോ. കാരണം നമുക്ക് ചാൻസസ് എങ്ങനെയാണ്. ഓക്കെ ഓക്കെ. അപ്പോൾ ഇപ്പോൾ ഈ സിനിമയിൽ വന്നതോടുകൂടി പാരന്റ്സ് എന്ത് പറയുന്നത്, ഇത് വേണ്ട, നീ ഉപേക്ഷിക്കൂ, നിനക്ക് വേറെ പണിയില്ല എന്നൊന്നും ചോദിക്കുന്നുണ്ടോ? അങ്ങനെ വല്ലതും ഉണ്ടോ? അല്ല, അങ്ങനല്ല. നമ്മൾ കുറെ നാള് ജോലിയിലായിരുന്നു. സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? സപ്പോർട്ടുണ്ട്. പക്ഷെ ഉള്ളിൽ എത്ര വന്നാലും അവർക്കൊരു ഇതുണ്ടാവും. കാരണം അവർക്ക് അറിയാൻ പാടില്ലാത്തൊരു മേഖല. അവര് ടി വിയിൽ അല്ലെങ്കിൽ തിയേറ്ററിൽ മാത്രം കണ്ടേക്കുന്ന ഒരു സംഭവത്തിനകത്തേക്ക് നമ്മൾ കുറെ നാൾ കിടന്ന് ഓടിയ സമയത്തൊക്കെ അവർക്ക് തീർച്ചയായും വിഷമം ഉണ്ടാവും, ഉറപ്പായിട്ടും ഉണ്ടാവും. പക്ഷെ അവരോട് പറയാ, ഇന്ന് സിനിമ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന അല്ലെ നിങ്ങൾ ഭയപ്പെടുന്ന പോലെ അല്ലെ നിങ്ങൾ കരുതുന്ന പോലെയൊന്നും അല്ല. കുറേയൊക്കെ നല്ല ഉറപ്പായിട്ടുള്ള ഒരു മേഖല തന്നെയാണ്. നല്ലത് മാത്രമല്ല പുറമേ കേൾക്കുന്നൊന്നുമല്ല. നിങ്ങളുടെ അനുഭവത്തിൽ നിന്ന് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. എങ്കിലേ സിനിമയിലേക്കുള്ള ആൾക്കാരുടെ ആകർഷണം അവർക്ക് മനസ്സിലാവുള്ളൂ. സിനിമയിൽ ഇനി ഇപ്പൊ പുതിയ വരാനുള്ള വർക്കുകളെ പറ്റി ഒന്ന് പറയും. ഈ മാസം റിലീസ് ആവുന്നുണ്ട് അഞ്ചാം വേദം എന്ന് പറഞ്ഞത്. അത് മായാവനം കണ്ടു. അവരെന്ത് പറയുന്നു? ഇഷ്ടപ്പെട്ടു, അവർക്ക് ഇഷ്ടപ്പെട്ടു. സ്വയം തൃപ്തി ഉണ്ടോ? തൃപ്തിയാണ്. പക്ഷെ എനിക്ക് പിന്നെ എല്ലാവരും പറയും ഒന്നുകൂടി എനിക്ക് ചെയ്യാമായിരുന്നു. പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അത് 19-ാം തീയതി ഞാൻ കണ്ടു. പക്ഷെ അന്ന് കുറച്ച് എക്സൈറ്റഡ് ആയിരുന്നു. പക്ഷെ 20-ാം തീയതി ഞാൻ പിന്നെയും കണ്ടു വിനീതില്. അപ്പൊ അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേ എനിക്ക് കുറച്ചുകൂടെ നന്നാക്കണം. എല്ലാരും പറയാറുണ്ട്, എല്ലാരും പറയാൻ ഞാൻ കേട്ടിട്ടുണ്ട്. വലിയ വലിയ ആക്ടേഴ്സ് വരെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോ പുതിയ വർക്കുകൾ എന്തൊക്കെയാണ്? പുതിയ വർക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പം മായാവനം റിലീസായി ജനുവരി 19-ാം തീയതി. ഇപ്പം പല തിയേറ്ററിലും ഓടുന്നുണ്ട്. അഞ്ചാം വേദം അത് ഈ മാസം അഞ്ചാം വേദം, അത് മുജീബ് ടി മുഹമ്മദ് അദ്ദേഹമാണ് ഡയറക്ട് ചെയ്തിരിക്കുന്നത്. വിനീഷ് രാജ് സ്ക്രിപ്റ്റ്. നെക്സ്റ്റ് അടുത്ത പിന്നെ പറഞ്ഞു വെച്ചിരിക്കുന്നത് പിന്നെ ആന്റപ്പന്റെ അത്ഭുതപ്പെടുത്തുക, അതും പോസ്റ്റ് പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ പറഞ്ഞിട്ടുണ്ട്, അതിന്റെ ഷൂട്ടൊക്കെ കഴിഞ്ഞു. പോസ്റ്റ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞല്ലോ. അത് ഷൂട്ട് എല്ലാം കംപ്ലീറ്റ് കഴിഞ്ഞു. ആന്റപ്പന്റെ അത്ഭുത പ്രവർത്തികൾ അത് വിപിനാറ്റ്ലി ഡയറക്ട് ചെയ്തു. വിപിനാറ്റ്ലി ഡയറക്ട് ചെയ്യുന്നത്. അവന്റെ വേറെ പടങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്, സുഹൃത്താണ്. പിന്നെ അവന്റെ വേറെ പടങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ വിനയൻ സാറിന്റെ സൂര്യ ടോമേറ്റന്റെ ഒരു പടം അതും ചെയ്തിട്ടുണ്ട്. സൂര്യ ടോമേറ്റോട് ഇനി വേറെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഇതിലാണ്. പിന്നെ വിനയൻ സാറിന്റെ ഞാൻ 3-4 പടങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇടയ്ക്ക് വന്ന ആകാശഗംഗ 2 ഒഴികെ ബാക്കി എല്ലാത്തിലും ഞാനുണ്ട്. 19-ാം നൂറ്റാണ്ടിലുണ്ട്. ചാലക്കുടിക്കാരൻ സൗഹൃദം എന്ന് പറഞ്ഞാല് ശരിക്കും എന്റെ ഗുരുവായിട്ട് തന്നെയാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത്. സൗഹൃദത്തിനേക്കാളും എനിക്ക് അത് എന്റെ ഗുരു തന്നെയായിട്ടാണ്. കാരണം എനിക്കൊരു ഡയലോഗ് ആദ്യമായി തന്നതും അതിനുശേഷം ഇതുവരെ ഡയലോഗുള്ള വേഷങ്ങളെ കിട്ടിയിട്ടുള്ളൂ, അല്ലെങ്കിൽ സ്ട്രോങ് ക്യാരക്ടർ കിട്ടിയിട്ടുള്ളൂ. അല്ലാതെ വന്ന് വെറുതെ നിൽക്കേണ്ടി വരുന്ന ഒരു ഇത് വേണ്ടി വന്നിട്ടില്ല. അത് ദൈവാനുഗ്രഹം. അദ്ദേഹം ഒരുപാട് പുതിയ ന്യൂ കമേഴ്സിനെ ഒരുപാട് കൊണ്ടുവരുന്ന ആളാണ്. എല്ലാവരും ഒരുപാട് ഇത് സന്മനസ്സോടുകൂടി അവരെ കൊണ്ടുവന്നു അല്ലേ. ഇത്ര സിനിമകളിൽ എല്ലാവരും പുതുമുഖങ്ങൾ അല്ലേ. പുതുമുഖങ്ങൾ വെച്ച് സിനിമ എടുക്കാൻ ധൈര്യമുള്ള ഒരാൾ കൂടിയാണ് വിനയൻ അല്ലേ. അപ്പം ഇനി വരാനുള്ള സിനിമകൾക്കെല്ലാം ഇനിയും താങ്കൾക്ക് ധാരാളം അവസരങ്ങൾ ഉണ്ടാവും എന്ന് പ്രത്യാശിക്കുന്നു, ആഗ്രഹിക്കുന്നു. അത് മാത്രമല്ല അതിൻ്റെ ശ്രമം താങ്കൾ നടത്തും എന്ന് വിശ്വസിക്കുന്നു. ഇനി നല്ല സിനിമകൾ താങ്കളിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. മാതൃദേശത്തിന് വേണ്ടി താങ്കളോട് ഏറ്റവും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. താങ്ക് യു. മാതൃദേശം ടിവിക്കും എല്ലാവർക്കും നന്ദി. താങ്ക് യു.